മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ച പോളിംഗ് യന്ത്രങ്ങളിൽ സംശയം പ്രകടിപ്പിച്ച് രാജ് താക്കറെയും രംഗത്ത്. പാർട്ടിയുടെ ഏക എംഎൽഎയും തോറ്റ തെരഞ്ഞെടുപ്പിൽ 14,000 വോട്ടുകളുള്ള ഒരു ഗ്രാമത്തിൽ നിന്നും ഒറ്റ വോട്ട് പോലും ലഭിക്കാതിരുന്നതാണ് താക്കറെ ചൂണ്ടിപ്പിച്ചത്. മഹാരാഷ്ട്രയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നയുടൻ പ്രതിപക്ഷ പാർട്ടികൾ വോട്ടിംഗ് യന്ത്രത്തിൽ സംശയം പ്രകടിപ്പിച്ച് രംഗത്തെത്തിയിരുന്നു. ഇപ്പോഴിതാ വൈകിയാണെങ്കിലും വോട്ടിംഗ് യന്ത്രത്തിന്റെ സുതാര്യതയെ ചോദ്യം ചെയ്യുകയാണ് രാജ് താക്കറെയും. महाराष्ट्रात निकाल लागल्यावरती मी पहिल्यांदा महाराष्ट्रात असं बघितलं, सन्नाटा पसरला. ज्या प्रकारचा जल्लोष व्हायला पाहिजे होता, ज्या प्रकारची गोष्ट व्हायला पाहिजे होती, मिरवणुका काय सगळं सन्नाटा आलो. कारण लोकांमध्येच संभ्रम होता, हे काय हे कसं झालं, असा कसा निर्णय आला. തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ അത്ഭുതപ്പെടുത്തിയെന്നാണ് താക്കറെ തുറന്നടിച്ചത്. പാർട്ടി എംഎൽഎ ആയിരുന്ന രാജു പാട്ടീലിന്റെ ഗ്രാമത്തിൽ നിന്ന് ഒറ്റ വോട്ട് പോലും ലഭിക്കാത്തതിൽ താക്കറെ സംശയമുയർത്തി. त्या गावात किती मतदान झालं असेल राजू पाटलांना, किती मतं पडली असतील, एक पण नाही. മുംബൈയിൽ പാർട്ടി നേതാക്കളുടെയും പ്രവർത്തകരുടെയും സമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു MNS നേതാവ്. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്കായി പ്രചരണം നടത്തിയിരുന്ന താക്കറെ ശരത് പവാറിന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്താണ് സംഭവിച്ചതെന്നും ചോദിക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദയനീയ പരാജയം ഏറ്റുവാങ്ങിയ അജിത് പവാർ 3 മാസത്തിനകം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 42 സീറ്റുകൾ എങ്ങനെ നേടിയെന്നും താക്കറെ ചോദിക്കുന്നു. 4-5 जागा येतील की नाही असं सगळ्यांना वाटत असताना अजित पवार 42, कोणाचा तरी विश्वास बसेल का याच्यावरती. അതേസമയം പ്രതിപക്ഷ നേതാക്കൾ വിമർശനങ്ങൾ ഉയർത്തുമ്പോഴും ഇതിനെതിരെ ഒരു നടപടിയും എടുക്കാനാകാതെ നിസ്സഹായാവസ്ഥയിലാണ്. പ്രേംലാൽ, കൈലി ന്യൂസ്, മുംബൈ.